എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിഗ്രി ലെവൽ സ്പെഷ്യൽ സീരീസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിലത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ബ്രിട്ടീഷുകാർ വന്നിട്ട് കുറേ ചട്ടങ്ങളൊക്കെ കൊണ്ടുവന്നതിനെക്കുറിച്ചും ആ ചട്ടങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഭരണം നടത്തുമ്പോൾ ഇവിടെ ഇന്ത്യക്കാർ സ്വയം ഭരിക്കാൻ അറിയാത്ത വെറും മണ്ടന്മാരാണ് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചിരുന്നതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു ഭരണഘടന വേണം. ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നിട്ടാണ് ബ്രിട്ടീഷുകാരിങ്ങനെ അതിക്രമിച്ച് കയറി ഭരണം നടത്തിക്കൊണ്ടിരിക്കണത്. ഇവരുടെ ഒരു ഭരണമല്ല, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടനയിലൂടെ ഭരണം വേണം എന്നുള്ള ആഗ്രഹം MN റോയ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജവഹർലാൽ നെഹ്റുവും ഒക്കെ പ്രകടിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആദ്യമൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇത് ചെവികൊണ്ടില്ലെങ്കിലും ഈ രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ അവർക്ക് സമ്മതിച്ച് തരേണ്ടി വന്നു. ഇപ്പോൾ 1940 ഓഗസ്റ്റ് ഓഫർ വന്നു, പിന്നെ ക്രിപ്സ് ഓഫർ വന്നു. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ആദ്യം ഇന്ത്യയിൽ ഉള്ള ആവശ്യങ്ങൾ അവർ സമ്മതിച്ചില്ല. പിന്നീട് പാകിസ്ഥാൻ എന്നുള്ള ആവശ്യം സമ്മതിക്കാതെ നമ്മുടെ മുസ്ലിം ലീഗ് വിട്ടുനിന്നതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലാണ് നമ്മുടെ മുസ്ലിം ലീഗ് സമ്മതിച്ചത്. ഓക്കെ, അവിടെ പാകിസ്ഥാൻ എന്നുള്ള ആവശ്യം നമ്മുടെ ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ലെങ്കിലും ഓക്കെ, ഭരണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ തനിനിറം കാണിക്കാം എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് ആ ക്യാബിനറ്റ് മിഷനോട് സമ്മതിച്ചു. അങ്ങനെയാണ് ക്യാബിനറ്റ് മിഷൻ പ്രകാരമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത്. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ തിരഞ്ഞെടുത്തിരുന്നത്? ജനസംഖ്യ ആനുപാതികമായി, ഡയറക്റ്റ് എലക്ഷൻസ് വഴിയല്ല, ഇൻഡയറക്റ്റ് എലക്ഷൻസ് വഴി. നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്ന്, നമ്മുടെ ഗവർണേഴ്സ് പ്രൊവിൻസസിൽ നിന്നും, അതുപോലെ തന്നെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്നും, പിന്നെ ഇവിടുത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് മൊത്തം 389 സീറ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ 296 സീറ്റ്, 389 സീറ്റ് ടോട്ടൽ ഉണ്ടായിരുന്നതിൽ 296 സീറ്റ് നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസസിന്, അതായത് ഗവർണേഴ്സ് പ്രൊവിൻസസിനും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിനും നൽകി. ബാക്കി 93 സീറ്റ്സ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് നൽകി. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഉണ്ടായിരുന്നു. മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്, ഹിന്ദുസും നമ്മുടെ ക്രിസ്ത്യൻസും ബുദ്ധ മത വിശ്വാസികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ജനറൽസിന് സെപ്പറേറ്റ് സീറ്റ്, സിഖുകാർക്ക്. അങ്ങനെ 3 ഡിവൈഡ് ചെയ്തേക്കായിരുന്നു: മുസ്ലിം, സിഖ്, ജനറൽ. പിന്നെ ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റ് എലക്ഷൻസ് ആയിരുന്നു. ആരാ തെരഞ്ഞെടുത്തത്? നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഈ MLA-മാരുള്ളതുപോലെ അവിടെ പ്രൊവിൻസസിന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഓരോ കമ്മ്യൂണിറ്റിയുടെയും ആൾക്കാർ, മുസ്ലിങ്ങളെ തിരഞ്ഞെടുക്കുന്നു, ഹിന്ദുക്കാരും ജനറലിലുള്ളവരൊക്കെ കൂടി ജനറൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നു, സിഖുകാരെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഇലക്ഷൻ നടന്നതിനെ പറ്റി പറഞ്ഞു. അവിടെ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധികം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ്, ഇൻഡയറക്റ്റ് എലക്ഷൻസ് നടന്നു. പിന്നെ നമ്മുടെ രാജഭരണ പ്രദേശങ്ങളിൽ എങ്ങനെയായിരുന്നു? നോമിനേഷൻ വഴിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു 389 മെമ്പേഴ്സിനുള്ള തീരുമാനമൊക്കെ ആയെങ്കിലും നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വിട്ടുനിന്നു. കാരണം പാകിസ്ഥാൻ എന്നുള്ള ആവശ്യം എന്താവുമെന്ന് അവർക്കറിയില്ല. അത് മാത്രമല്ല, പാകിസ്ഥാൻ എന്നുള്ള ആവശ്യം എന്താവുമെന്ന് മാത്രമല്ല, ഇത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ പാകിസ്ഥാനിൽ നിൽക്കണോ, ഇന്ത്യയിൽ നിൽക്കണോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ വിഭജനത്തിൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും തീരുമാനമായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വിട്ടു നിന്നിരിക്കുകയായിരുന്നു. അപ്പോൾ 93 സീറ്റ് അങ്ങനെ അവിടെ വേക്കൻ്റായി കിടക്കുകയാണ്. ബാക്കി വെറും 296 സീറ്റിലാണ് എലക്ഷൻ വഴി ഫില്ലായിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ആർക്കാ കിട്ടിയത്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ട് താഴെ ആർക്കാ കിട്ടിയത്? നമ്മുടെ മുസ്ലിം ലീഗിനാണ് കിട്ടിയത്. പിന്നെ ഒരു 15 ഇൻഡിപെൻഡൻറ്റ് സീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു അത്യാവശ്യം എല്ലാ നേതാക്കന്മാരും ഇതിലുണ്ടായിരുന്നു. നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയാലും, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ആയാലും, ഡോക്ടർ BR അംബേദ്കർ ആയാലും എല്ലാ മികച്ച നേതാക്കന്മാരും ഇതിലുണ്ടായിരുന്നു. അത്യാവശ്യം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നൊക്കെ അല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടും അവർ
സീറ്റുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, ജനറൽ, സിഖ്, മുസ്ലിം. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുമുള്ളവരുണ്ടായിരുന്നു. ആകെ മഹാത്മാഗാന്ധി മാത്രമാണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇല്ലാതിരുന്നത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ ജൂലൈയിൽ നടന്ന് ആ തെരഞ്ഞെടുപ്പ് വഴി നവംബർ 1946 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തു. അപ്പോൾ നവംബർ 1946 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തതിനു ശേഷം എന്നാണ് ആദ്യമായിട്ട് കൂടിയത്? ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി തൊട്ട് നമ്മൾ കാണാൻ പോകുന്നത് വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണ്. അപ്പോൾ വർക്കിംഗ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ വർക്കിങ്ങിൽ ആദ്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടുന്നത് ഡിസംബർ 9, 1946 അപ്പോൾ ഡിസംബർ 9, 1946 കൂടുമ്പോൾ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വിട്ടു നിന്നു. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം ലീഗും വിട്ടു നിന്നു. കാരണം അവരുടെ പാകിസ്ഥാൻ എന്നുള്ള ആവശ്യം ക്യാബിനറ്റ് മിഷനിൽ സമ്മതിച്ചിട്ടില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, എന്തായാലും ഭരണമൊക്കെ കയ്യിൽ വരുമല്ലോ. ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ പോലുള്ള കാര്യങ്ങളിലേക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭരണം വരുമല്ലോ, ഭരണം വന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭരണഘടന ഇത് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടനയല്ലേ, നിങ്ങൾ പോയിട്ട് ഉണ്ടാക്കിയാൽ മതി, ഞങ്ങൾ മുസ്ലിം ലീഗുകാർ തൽക്കാലം ഇതിൽ പങ്കെടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുസ്ലിം ലീഗുകാർ മാറി നിന്നു. അപ്പോൾ മൊത്തം ഒരു 211 പേര് മാത്രമാണ് ഈ ഒരു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായിട്ട് ഫോം ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ വർക്കിംഗ് തുടങ്ങി. ആദ്യത്തെ മീറ്റിംഗ് ഡിസംബർ 9 കൂടി. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് കൂടിയപ്പോൾ നമുക്കൊരു പ്രസിഡന്റ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹേനെയാണ് നമ്മൾ ആദ്യമായിട്ട് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് ഒരു ഫ്രഞ്ച് സിസ്റ്റം വഴിയായിരുന്നു, ഒരു ഫ്രഞ്ച് പ്രാക്ടീസ്. അതായത് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ് കൂടി, അപ്പോൾ ആ മീറ്റിങ്ങിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് തിരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ, ഇപ്പം നമ്മളൊന്ന് കൂടിയിട്ടല്ലേ ഉള്ളൂ, ആദ്യത്തെ ദിവസം തന്നെ തിരഞ്ഞെടുപ്പൊന്നും നടക്കണ്ട. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ, അപ്പോൾ സിൻഹ പവറായിട്ട് കയറി നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ പവറായിട്ട് നമ്മൾ ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹേനെയാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പിന്നീട് കൂടിയപ്പോൾ എലക്ഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എലക്ഷൻ പ്രോപ്പറായിട്ട് നടന്നപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ പ്രോപ്പർ എലക്റ്റഡ് പ്രസിഡൻ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ, ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ പ്രസിഡന്റായി മാറിയ വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ നമുക്ക് 2 വൈസ് പ്രസിഡൻസ് ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് 2 വൈസ് പ്രസിഡൻസ് ഉണ്ടായിരുന്നു എന്ന്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാം. നമ്മുടെ ഏക വൈസ് പ്രസിഡന്റ് HC മുഖർജി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നമുക്ക് ഏക വൈസ് പ്രസിഡന്റ് അല്ല, നമുക്ക് 2 വൈസ് പ്രസിഡൻസ് ഉണ്ടായിരുന്നു. HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു നമ്മുടെ വൈസ് പ്രസിഡൻസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു, പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇവിടെ നമ്മൾ എന്തിനാ ഫോം ചെയ്തിട്ടുള്ളത്? നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് നമ്മുടേതായിട്ട് ഇന്ത്യക്കാർ മാത്രം തിരഞ്ഞെടുത്ത ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിലൂടെ ഒരു ഭരണഘടന ഫോം ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് വഴിയാണെങ്കിലും ഇന്ത്യക്കാരാണ് തിരഞ്ഞെടുത്തത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് ഇടണം. നമുക്ക് എങ്ങനെയുള്ളൊരു ഭരണഘടനയാണ് വേണ്ടത്? നമ്മൾ സാധാരണ വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ അച്ഛനോട് പോയി പറയും, അച്ഛാ എനിക്ക് ഇത്രയും വലിയൊരു റൂം വേണം, എൻ്റെ റൂമിൽ ഇന്ന സിസ്റ്റം ഒക്കെ വെക്കാൻ പറ്റണം, ഇത്ര സൗകര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയില്ല. അപ്പോൾ അമ്മ പറയും എൻ്റെ കിച്ചൺ ഇത്ര വേണം, അല്ലെങ്കിൽ പ്രാർത്ഥനാമുറി ഇത്ര വേണം, അല്ലെങ്കിൽ ഹാൾ ഇത്ര വേണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മളൊരു പ്ലാൻ ഇടാറുണ്ട്. അച്ഛൻ പറയും, അച്ഛൻ്റെ ആവശ്യത്തിനുള്ള ചില കാര്യങ്ങൾ അച്ഛൻ പറയും. അപ്പോൾ അങ്ങനെ നമ്മളൊരു വീട് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് വേണ്ടത് എന്നൊരു പ്ലാൻ ഇടും. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയും ഒരു പ്ലാൻ ഇട്ടു. ആ പ്ലാൻ പ്രസന്റ് ചെയ്തത് ആരാന്നറിയോ? ആ പ്ലാൻ പ്രസന്റ് ചെയ്തത് നമ്മുടെ കോൺഗ്രസിൻ്റെ ഒക്കെ മെയിൻ നേതാവായിട്ടുള്ള നെഹ്റു ആണ് പ്രസന്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ, ഒരു ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് വേണ്ടത്, ഇങ്ങനെ പ്രോപ്പറായിട്ട് അവരെണ്ണി പറഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന് നമ്മുടെ നെഹ്റു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ വഴി പറഞ്ഞു. ഇതെന്നാ പറഞ്ഞത്? ഡിസംബർ 13, 1946 നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ നിലവിൽ കൊണ്ടുവന്നത്.
അപ്പോൾ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ കൊണ്ടുവന്നതാരാ? നമ്മുടെ നെഹ്റു. അപ്പോൾ നെഹ്റു നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ കൊണ്ടുവന്നു. ആ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ അവരെന്ത് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ കൊണ്ടുവരണം. ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത് എന്നൊരു പ്ലാൻ വരണം. അത് തന്നെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഭരണഘടനയുടെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ് മുഖ്യമായിട്ടും ഇതിൽ വേണ്ടത്, ഇതിൻ്റെ ഒരു ഫിലോസഫി എങ്ങനെയുള്ളതായിരിക്കണം ഈ ഭരണഘടന, അത്തരം കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആരാ കൊണ്ടുവന്നത്? നെഹ്റു ആണ് കൊണ്ടുവന്നത്. എന്നാ കൊണ്ടുവന്നത്? ഡിസംബർ 13, 1946 കൊണ്ടുവന്നത്. ഇനി നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ്സും എടുത്തെടുത്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് അവർ കൊണ്ടുവന്നത് ദിസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി declares its firm and solemn resolve to proclaim India as an independent sovereign republic and to draw up for her future governance a constitution. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് തന്നെ എന്തായിരുന്നു? ഇന്ത്യയെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോവറൈൻ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുക. നിങ്ങൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് തൊട്ടടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോവറൈൻ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുക. ആ ഒരു സോവറൈൻ റിപ്പബ്ലിക്കിന് ഒരു ഭരണഘടന നിലവിൽ കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താ? ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തിന് ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുക, ആ രാജ്യത്തിന് ഒരു ഭരണഘടന കൊണ്ടുവരാം. അപ്പോൾ ആദ്യത്തെ ഗോൾ എന്താ? നമ്മളൊരു വീട് പണിയുമ്പോൾ എന്താ ആദ്യത്തെ ഒബ്ജക്റ്റീവ്? എന്താ? വീട് പണിയണം അല്ലേ? അപ്പോൾ അത് തന്നെയായിരുന്നു ആദ്യത്തെ ഒബ്ജക്റ്റീവ്. എന്താണ് ഒബ്ജക്റ്റീവ് എന്നൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കി പോവാം. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊക്ലെയിം ഇന്ത്യ ആസ് എ റിപ്പബ്ലിക്, അതുപോലെ തന്നെ മേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇറ്റ്, ഈ രാജ്യത്തിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒബ്ജക്റ്റീവ്. ഇനി നമുക്ക് അടുത്ത ഒബ്ജക്റ്റീവ് നോക്കാം. അടുത്ത ഒബ്ജക്റ്റീവിൽ എന്താ പറയണേ? വെറിൻ the territories that now comprise British India, the territories that now form the Indian states and such other parts of India as are outside India and the states as well as other territories as are willing to be constituted into the independent sovereign India shall be a union of them all. അപ്പോൾ ഇവിടെ ഇന്ത്യ രാജ്യത്തിൽ ഉള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതിലേക്ക് ഫോം ചെയ്യാൻ പോകുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലോട്ടും എന്താ പറയുക, ഈ ഒരു ഇന്ത്യ രാജ്യത്തിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളൊക്കെ എന്തായി മാറും? ഒരു യൂണിയനായി മാറും. അപ്പോൾ നമ്മുടെ പോളിറ്റി എന്തായിരിക്കണമെന്നും അവിടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ പോളിറ്റി എപ്രകാരമുള്ളതായിരിക്കണം? യൂണിയനായി മാറണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുമ്പോൾ നമ്മൾ പറയും യൂണിയൻ എന്നുള്ളത് എന്താണ്, ഫെഡറേഷൻ എന്നുള്ളതിൽ എന്താ വ്യത്യാസം. യൂണിയൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കേന്ദ്രത്തിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടുത്തെ സ്റ്റേറ്റ്സിന് അങ്ങനെ ഇറങ്ങിപ്പോവാനൊന്നും അത്രയ്ക്ക് എളുപ്പത്തിൽ പറ്റില്ല. നമ്മുടെ സ്റ്റേറ്റ്സിനുള്ള എന്താ പറയുക, നമ്മുടെ സ്റ്റേറ്റ്സിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള ഒരു സ്വാതന്ത്ര്യം കുറവാണ്. ഒരു ദിവസം കേരളം പറയാണ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് നിൽക്കണ്ട, ഞങ്ങൾ ഭയങ്കര വലിയ രാജ്യമാണ്, ലൈക്ക് സ്റ്റേറ്റ് ആണ്, പിന്നെ രാജ്യമായി മാറാൻ പറ്റുമല്ലോ, യൂറോപ്പിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കേരളം, അപ്പം ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. പറ്റുമോ? പറ്റില്ല. കാരണം ഇതൊരു യൂണിയനാണ്, ഒരു ഇന്ത്യൻ യൂണിയനാണിത്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇറങ്ങിപ്പോവാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അത് മാത്രമല്ല, സംസ്ഥാനങ്ങൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയതൊന്നുമല്ല. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി ഇവിടുത്തെ എല്ലാ പ്രദേശങ്ങളെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് മാത്രം. അല്ലാതെ സ്റ്റേറ്റ്സ് വന്ന് ഫോം ചെയ്ത രാജ്യമൊന്നുമല്ലത്. നമ്മൾ നമ്മുടെ ഭരണം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റേറ്റ്സ് ആയിട്ട് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് മാത്രം. ഈ ഇന്ത്യൻ പാർലമെന്റിന് തീരുമാനിക്കാം എങ്ങനെ സ്റ്റേറ്റ്സ് ഫോം ചെയ്യണം, ആ സ്റ്റേറ്റ്സിൻ്റെ വ്യാപ്തി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഇതിനെ ഒരു യൂണിയൻ ആയിരിക്കും, ഇവിടെയുള്ള എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ഒരു യൂണിയൻ ആയിരിക്കും ഈ ഒരു രാജ്യം എന്ന് നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവിൽ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൽ എന്താ പറയണേ? വെറിൻ ദ സെറ്റ് ടെറിട്ടറീസ് വെദർ വിത്ത് ദെയർ പ്രസന്റ് ബൗണ്ടറീസ് or with such others as may be determined by the Constituent Assembly and thereafter according to the law of the Constitution shall possess and retain the status of autonomous units together with residuary powers. അപ്പോൾ autonomous units, ഓക്കെ, ഇവിടെ യൂണിയൻ ആണ്
ഇന്ത്യൻ യൂണിയനിലെ ഭാഗമൊക്കെയാണ് അവരെങ്കിലും അവർക്ക് സ്വന്തമായിട്ടുള്ള അധികാരമൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അങ്ങനെയുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുക? നമ്മുടെ സ്റ്റേറ്റ്സ് ആണ് തീരുമാനിക്കുക അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്സിന് അവരുടേതായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ആണെന്നും പറഞ്ഞ എല്ലാം കേന്ദ്രം തീരുമാനിക്കും എന്നല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദേ ഷാൽ ബി ഓട്ടോണമസ് യൂണിറ്റ്സ് together with residuary powers and exercise all powers and functions of government and administration save and except such powers and functions as are vested in or assigned to the union or as are inherent or implied in the union or resulting therefrom. അതായത് നമ്മുടെ കേന്ദ്രത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പവേഴ്സിൽ നിന്ന് ബാക്കിയൊക്കെ, ആ കേന്ദ്രത്തിന് മാറ്റി വെച്ചിട്ടുള്ള പവേഴ്സ് അല്ലാതെ ബാക്കിയുള്ള പവേഴ്സ് നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലും റെസിഡ്യൂറി പവേഴ്സിലും ഒക്കെ പോണത് കേന്ദ്രത്തിന് പൊക്കോട്ടെ. കൺകറന്റ് ലിസ്റ്റ് രണ്ടുപേരുമാണ്. റെസിഡ്യൂറി പവേഴ്സ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പവേഴ്സ് കൺകറന്റ് ലിസ്റ്റിലത്തെ കുറച്ച് കാര്യങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആർക്ക് പോവും? നമ്മുടെ സ്റ്റേറ്റ്സിന് പോവും. അപ്പോൾ സ്റ്റേറ്റ്സ് വിൽ റിമെയിൻ ഓട്ടോണമസ് യൂണിറ്റ്സ്. യൂണിയൻ ആണ്, പക്ഷേ സ്റ്റേറ്റ്സ് ഓട്ടോണമസ് യൂണിറ്റ്സ് ആയിട്ട് നിലനിൽക്കും എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടന എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. ആദ്യം ഇവിടുത്തെ രാജ്യം തന്നെ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താ? സോവറീൻ, ഇൻഡിപെൻഡന്റ്, റിപ്പബ്ലിക് ആയിരിക്കണം. സോവറീൻ എന്ന് പറയുമ്പോൾ സർവാധികാരം ഉണ്ടായിരിക്കണം. നമ്മുടെ ബ്രിട്ടൻകാരുടെ അടിയിലൊന്നുമല്ല, നമ്മൾ നമ്മളുടേതായിട്ടുള്ള അധികാരമുള്ളൊരു രാജ്യമായിരിക്കണം. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം അല്ലേ? ബ്രിട്ടന്റെ അടിയിലാവരുത്, ഏതെങ്കിലും ഒരു എന്താ പറയുക കൊളോണിയൽ കൺട്രിയുടെ അടിയിലാവരുത്. റിപ്പബ്ലിക് ആയിരിക്കണം. നമ്മുടെ ഹെഡിനെ നമ്മൾ ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താ? ഹെഡ് എലക്റ്റഡ് ബൈ ദി പീപ്പിൾ. അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രിട്ടനിലൊക്കെ റിപ്പബ്ലിക് ആണോ? അല്ല, അവിടെ രാജാവും രാജ്ഞിയൊക്കെയാണ് ഹെഡായിട്ട് വരുന്നത്. അതെങ്ങനെയാ? മൊണാർക്കിയാണ്. ഇവിടെ റിപ്പബ്ലിക് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് തന്നെ അക്കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു നമ്മുടെ സ്റ്റേറ്റ്സിനെ ഒരു യൂണിയൻ ആയിട്ടാണ് ഫോം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം മൂന്നാമത്തെ പോയിന്റ് എന്താ പറയണേ? സ്റ്റേറ്റ്സ് ഒരു യൂണിയന്റെ ഭാഗമായി മാറുമെങ്കിലും ആ ഒരു സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കും. അവർ ഓട്ടോണമസ് യൂണിറ്റ്സ് ആയിട്ടാണ് ഇവിടെ നിലനിൽക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞത്. ഇനി നാലാമത്തെ ഒബ്ജക്റ്റീവിൽ എന്താ പറയണേ? വെറിൻ all power and authority of the sovereign independent India, its constituent parts and organs of government are derived from the people. അപ്പോൾ ഈ നാലാമത്തെ പോയിന്റിൽ എന്താ പറയണേ? നാലാമത്തെ പോയിന്റിൽ പറയുന്നത് എല്ലാ പവറും എല്ലാ അധികാരവും എവിടെ നിന്നാ വരുന്നത്? സോഴ്സ് ഓഫ് പവേഴ്സ് എവിടെ നിന്നാ? നമ്മുടെ ജനങ്ങളിൽ നിന്നാണ് എല്ലാ പവറും വരുന്നത്. അല്ലാണ്ട് ഇത് ഏതെങ്കിലും ഒരു രാജഭരണ കുടുംബത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരിക്കുന്ന ഏതെങ്കിലും പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലിക്കോ ഉള്ളതല്ല ഇവിടുത്തെ ഭരണം. ഇവിടുത്തെ ഭരണത്തിന്റെ അധികാരം വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഇവിടുത്തെ ഭരണത്തിന്റെ അധികാരം വരുന്നത് നമ്മൾ ഓരോ പൗരന്മാരിൽ നിന്നാണ്. ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ് ഇവിടുത്തെ പവേഴ്സ് വരുന്നത്. അപ്പോൾ പവേഴ്സ് ഫ്രം ദ പീപ്പിൾ, അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും ക്ലിയർ കട്ടായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കായിരുന്നു ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ വഴി. ഇനി അഞ്ചാമത്തേലോട്ട് വന്നപ്പോഴോ wherein shall be guaranteed and secured to all the people of India justice, social, economic and political. വെറും ജസ്റ്റിസ് അല്ല, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കാസ്റ്റ് പല കാര്യങ്ങളൊക്കെ ഇല്ലേ, അവിടെ എല്ലാം അവിടുത്തെ ഒരു നീതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്കണോമിക്, ഇവിടുത്തെ നമ്മുടെ എക്കണോമിക് ഡീലിങ്സ് വെച്ച് നോക്കുമ്പോൾ ഇവര് എന്താ പറയുക, എക്കോണമി എന്നുള്ള രീതിയിലൊന്നും അവരെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അവിടെ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. പൊളിറ്റിക്കൽ, നമ്മുടെ പൊളിറ്റിക്കൽ അരേനയിലോട്ട് വരുമ്പോൾ അവിടെയും നീതിപൂർവ്വം വേണം പ്രവർത്തിക്കാൻ. നമ്മൾ കണ്ടിട്ടില്ലേ വോട്ടിങ്ങിന്റെ കാര്യത്തിലൊക്കെ എല്ലാത്തിലും ഒരു നീതി ഉണ്ടാവണം. അതുപോലെ തന്നെ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ഓഫ് ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ഓപ്പർച്യൂണിറ്റി, നമുക്കിപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗങ്ങളായാലും എല്ലാ കാര്യത്തിലും നമുക്കൊരു ഈക്വാലിറ്റി ഉണ്ടാവണം. അല്ലാതെ അംബാനിയുടെ മകന് കുറച്ച് മുന്നിൽ കൊടുക്കാൻ, കാരണം അംബാനിയുടെ മോനാണല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കുറച്ച് നാൾ ഭരിച്ചിരുന്ന ഗാന്ധി കുടുംബത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹം എന്താ പറയുക ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടിയൊക്കെ ആയിട്ട് വരണതല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് എക്സ്ട്രാ പവർ കൊടുക്കാം. അങ്ങനെയൊന്നുമല്ല, ഇവിടെ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. ഇവിടെ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. വെറും ജസ്റ്റിസ് അല്ല, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആൻഡ് ബിഫോർ ദ ലോ.
ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, നിയമത്തിൻ്റെ മുന്നിലും ഈക്വാലിറ്റി ഉണ്ടാവണം. നിയമത്തിൻ്റെ മുന്നിൽ പോകുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മുടെ നിയമദേവത കണ്ണ് പൂട്ടി വെച്ചിരിക്കുകയാണ്, ബ്ലൈൻഡാണ്. അവിടെ അംബാനിയാണോ നിൽക്കുന്നത്, ഞാനാണോ നിൽക്കുന്നത്, നിങ്ങളാണോ നിൽക്കുന്നത് എന്നൊരു ഡിഫറൻസ് ഉണ്ടാവരുത്. അപ്പോൾ ഈക്വാലിറ്റി ഓപ്പർച്യൂണിറ്റിയിൽ മാത്രമല്ല, ഈക്വാലിറ്റി നിയമത്തിൻ്റെ മുന്നിലുണ്ടാവണം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ കാണാൻ കഴിയും. ഭരണഘടനയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പ്രിയാമ്പിളിൽ പോയി നോക്കിയാൽ മാത്രം മതി. ഇവിടെ ഈ ഒരു ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ എല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, വൊക്കേഷൻ, അസോസിയേഷൻ, നമുക്ക് ചിന്തിക്കാനുള്ള ഫ്രീഡം, നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം, പിന്നെ ബിലീഫ് നമ്മുടെ വിശ്വാസം, വർഷിപ്പ് നമുക്ക് ആരാധിക്കാൻ, വൊക്കേഷൻ നമ്മുടെ ജോലി, അസോസിയേഷൻ നമുക്ക് അസോസിയേഷൻസ് ഒക്കെ ഫോം ചെയ്യാൻ, പാർട്ടികൾ ഫോം ചെയ്യാൻ, ആക്ഷൻ സബ്ജക്ട് ടു ലോ ആൻഡ് പബ്ലിക് മൊറാലിറ്റി. അവിടെ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫ്രീഡം ഒക്കെ തരുമ്പോൾ വെറുതെ തരുമല്ല, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. പബ്ലിക് മൊറാലിറ്റിക്കെതിരെ ആവരുത്, നമ്മുടെ ജനങ്ങളുടെ ആ ഒരു മൊറാലിറ്റി, അവരുടെ മൂല്യങ്ങൾക്കെതിരായി നിൽക്കരുത്. പിന്നെ ഇവിടുത്തെ നിയമങ്ങൾക്കും എതിരാവരുത്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാമെന്നും വെച്ചിട്ട് എനിക്ക് റോട്ടിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റില്ല. എൻ്റെ അയൽക്കാരനെ പോയി അസഭ്യം പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭരണഘടനയിൽ അങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ പ്രിയാമ്പിളിലും കാണാൻ പറ്റും, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലും കാണാൻ പറ്റും. നമ്മുടെ അടുത്ത പോർഷനായിട്ട്, അടുത്ത ടോപ്പിക്കായിട്ടാണ് നമ്മുടെ പ്രിയാമ്പിൾ വരുന്നത്. അവിടെ നമുക്കിതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സർക്കാരുകളൊക്കെ നല്ലൊരു തീരുമാനം എടുക്കുന്നുണ്ട്. പ്രിയാമ്പിളൊക്കെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരണം. പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ ഇപ്പോഴാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇനി പ്രിയാമ്പിൾ വരാൻ പോകണം. നമ്മളെല്ലാവരും അറിയേണ്ട കാര്യമാണ് പ്രിയാമ്പിളിലും ഇതുപോലെ നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് പ്രോപ്പറായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് ആ ഒരു പ്രിയാമ്പിൾ നമ്മൾ സെറ്റ് ചെയ്തത്. ഇവിടെ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തേൽ നമ്മൾ എന്താ കൊണ്ടുവന്നത്, നമ്മളുടെ ഈ ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്, വാട്ട് ഓൾ ആർ ടു ബി സെക്യൂർഡ് ടു ദ പീപ്പിൾ ഓർ ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി സെക്യൂർ ചെയ്യേണ്ടത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ, ജസ്റ്റിസ് വേണം, നീതി വേണം, അതുപോലെ തന്നെ ഈക്വാലിറ്റി വേണം, സമത്വം വേണം, പിന്നെ ഫ്രീഡം വേണം. ഇതൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ നെഹ്റു ഡിസംബർ 13, 1946 തന്നെ പ്രസന്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആറാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. വെറിൻ അഡ്വക്കേറ്റ് സേഫ് ഗാർഡ്സ് ഷാൾ ബി പ്രൊവൈഡഡ് ഫോർ മൈനോറിറ്റീസ്, ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ആൻഡ് ഡിപ്രസ്ഡ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. പലരും പറയാറുണ്ട് എന്തിനാ നമ്മൾ ഈ റിസർവേഷൻ കൊടുക്കണേ, റിസർവേഷനൊക്കെ മോശമാണെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളുടെ സമൂഹത്തിലെ ചില താഴേക്കിടയിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് അങ്ങനത്തെ റിസർവേഷനൊക്കെ വേണം. അതെവിടെയേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സേഫ് ഗാർഡ്സ് കൊടുക്കണം. അപ്പോൾ ആറാമത്തേൽ സേഫ് ഗാർഡ്സ് ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഏഴാമത്തേലോട്ട് വരാം. ഏഴാമത്തേൽ എന്താ പറയണേ, whereby shall be maintained the integrity of the territory of the republic and its sovereign rights on land, sea and air. ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഇതിൻ്റെ ഒരു അഖണ്ഡത, ഇതിങ്ങനെ ബ്രേക്ക് ഓഫ് ആയി പോകരുത്, ഒരുമിച്ച് നിൽക്കണം. ഇവിടെ പല വിധത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. മതം, ജാതി, വർണ്ണം, ഭാഷ, അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഈ ഭരണഘടന എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇൻറ്റഗ്രിറ്റി ഓഫ് ദിസ് നേഷൻ, ഈ രാജ്യം ഒന്നായിട്ട് നിൽക്കണം, അഖണ്ഡമായിട്ട് നിൽക്കണം. പിന്നെ ഇവിടെ ഇൻറ്റഗ്രിറ്റീനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് സോവറൈൻ റൈറ്റ്സ് ഓൺ ലാൻഡ്, സീ ആൻഡ് എയർ. ഈ ഒരു രാജ്യം ഫോം ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന് പല വിധത്തിലുള്ള അധികാരങ്ങളുണ്ട്. സർവാധികാരം കൊടുക്കുന്നു. ഇവിടുത്തെ ഒരു ടെറിട്ടറി ഉണ്ട്, ടെറിട്ടറിയിൽ പല കാര്യങ്ങളുണ്ട്. ലാൻഡിൻ്റെ മേൽ ഇവർക്ക് അധികാരമുണ്ട്, ഇവിടുത്തെ എയറിൻ്റെ മേൽ അധികാരമുണ്ട്. നമ്മൾ ഈ 2G സ്പെക്ട്രം കേസൊക്കെ കണ്ടില്ലേ, വിജയുടെ ഏതോ സിനിമയിലെ ഏതോ ഡയലോഗിൽ പറയുന്നുണ്ട് ഈ കാറ്റിൽ കൂടെ പോകുന്ന ഈ വേവ്സിൽ വരെ അഴിമതി നടത്തുന്നവരാണ്. ഈ വേവ്സിൽ വരെ അധികാരം കൊടുത്തത് എന്താ, നമ്മുടെ ഈ ഭരണഘടനയാണ് അല്ലേ. അപ്പോൾ ലാൻഡ്, സീ, അതുപോലെ തന്നെ എയറിലും എല്ലാത്തിലും
നമ്മുടെ രാജ്യത്തിന് സോവറൈൻ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ജസ്റ്റിസ് ആൻഡ് ദ ലോ ഓഫ് സിവിലൈസ്ഡ് നേഷൻസ്. അപ്പോൾ നമ്മളെ നിലവിലുള്ള രാജ്യങ്ങളുടെ ആ ഒരു ജസ്റ്റിസ് എല്ലാം പ്രകാരം നമ്മുടെ രാജ്യത്തിന് സോവറൈൻ റൈറ്റ്സും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഏഴാമത്തേൽ എന്താ പറയുന്നത്? ഇൻറ്റഗ്രിറ്റി എന്ന് നമുക്ക് പറയാം. ഇൻറ്റഗ്രിറ്റി കാത്ത് സൂക്ഷിക്കണം. സോവറൈൻ റൈറ്റ്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറൈൻ റൈറ്റ്സ് ആണ് നമ്മുടെ ഏഴാമത്തെ പോയിന്റിൽ വരുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ പോയിന്റിൽ എന്താ പറയണേ? ദിസ് ആൻഷ്യന്റ് ലാൻഡ് അറ്റൈൻസ് ഇറ്റ്സ് റൈറ്റ്ഫുൾ ആൻഡ് ഹോണേഡ് പ്ലേസ് ഇൻ ദ വേൾഡ് ആൻഡ് മേക്സ് ഇറ്റ്സ് full and willing contribution to the promotion of world peace and welfare of mankind. ഈ ഒരു പ്രദേശം ഈ ഒരു സമയത്ത് പുതുതായിട്ട് നിലവിൽ വന്നതൊന്നുമല്ലല്ലോ. നമ്മുടെ ബ്രിട്ടീഷുകാർ പറയുന്ന പോലെ നമ്മൾ മണ്ടന്മാരൊന്നുമല്ല. കുറേ നാളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ ഒരു പ്രദേശം നമ്മൾ ഓണർ ചെയ്യണം, അല്ലേ? ബഹുമാനിക്കണം. നമ്മുടെ ലോകത്തിന് മുന്നിൽ ആ ഒരു പ്രദേശത്തിന് ബഹുമാനമുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഈ ഒരു രാജ്യം എന്തിനു വേണ്ടിയാണ് നിലനിൽക്കേണ്ടതെന്ന് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ പ്രമോഷൻ ഓഫ് വേൾഡ് പീസ് ആൻഡ് വെൽഫെയർ ഓഫ് മാൻകൈൻഡ്. അതുകൊണ്ടാണ് നമ്മൾ കുറേ നാളുകളിൽ യുദ്ധത്തിനൊക്കെ എതിരെ പല നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് അത് ഭരണഘടനയിലും പറയുന്നുണ്ട്. കാരണം ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഒരു പ്ലാൻ ആയിരുന്നല്ലോ നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ഭരണഘടനയിൽ ഫുൾഫിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം എന്നും എന്താ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യമായി മാറുന്നത്. മനുഷ്യരാശിയുടെ ഒരു പുരോഗമനത്തിന് വേണ്ടി, വെൽഫെയർ, ക്ഷേമത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലോകത്തിന് മുന്നിൽ വലിയ ഒരു എന്താ പറയുക ആക്സെപ്റ്റൻസ്, ഒരു ബഹുമാനമുള്ളത്. കാരണം നമ്മളെപ്പോഴും പീസ്, സമാധാനത്തിന് വേണ്ടിയാണ് നിലനിന്നിട്ടുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചാക്രമിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു ബഹുമാനമുള്ളത്. കാരണം നമ്മൾ എന്നും സമാധാനത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ അവരങ്ങോട്ട് നമ്മുടെ നെഹ്റു ആദ്യം പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അതങ്ങോട്ടേക്ക് പാസ്സാക്കി. എന്നാ പാസ്സാക്കുന്നത്? ഡിസംബർ 13, 1946 ഇത് പ്രസൻറ്റ് ചെയ്തെങ്കിൽ ഇത് പാസ്സാക്കുന്നത് ജനുവരി 22, 1947 അപ്പോൾ പിറ്റേ മാസം ജനുവരി 22, 1947 നമ്മളുടെ ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻസ് പാസ്സാക്കി. അപ്പോൾ തീരുമാനിച്ചു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണഘടന വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ വേണ്ടത്. കണ്ടില്ലേ? അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പിന്നീട് നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഓരോ സ്റ്റേജിലും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ തന്നെയാണ് പ്രിയാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രിയാമ്പിൾ ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ തന്നെയാണെന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഒരു പ്ലാൻ ആയിരുന്നു. എന്തൊക്കെയാണ് വേണ്ടത്, ഈ വീടിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമ്മളൊരു പ്ലാൻ ഇടില്ലേ? അതിനുശേഷം വീട് പണിത് കഴിയുമ്പോൾ വീടിൻ്റെ ഒരു മിനിയേച്ചർ രൂപം, വീട് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഒരു മിനിയേച്ചർ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചില സമയത്ത് ഷോക്കേസിലൊക്കെ കൊണ്ടുപോയി വയ്ക്കാറില്ലേ? അപ്പോൾ അതുമാതിരി ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കുന്നൊരു സംഭവമാണ് നമ്മളുടെ പ്രിയാമ്പിള്. എങ്ങനെയായിരിക്കണം വീട്? ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. വീട് പണിയുന്നതിന് മുൻപ്, വീട് പണിതതിന് ശേഷം എങ്ങനെയാണ് വീട് ഇരിക്കുന്നത് എന്നൊരു ചെറിയൊരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചതാണ് നമ്മുടെ പ്രിയാമ്പിള്. അപ്പോൾ പ്രിയാമ്പിള് ആഫ്റ്റർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തതിന് ശേഷമാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനോ ബിഫോർ ആണ്. അതായത് നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നതിന് മുൻപാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഫോം ചെയ്തത്. ആരാ കൊണ്ടുവന്നത്? നെഹ്റു ആണ് കൊണ്ടുവന്നത്. എന്നാ കൊണ്ടുവന്നത്? ഡിസംബർ 13, 1946 കൊണ്ടുവന്നത്. എന്നാണത് പാസ്സാക്കിയത്? ജനുവരി 22, 1947 അത് പാസ്സാക്കിയത്. ഈ ഡേറ്റുകൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ് കൊണ്ടുവന്നതെന്നുള്ളത് എന്തായാലും ഓർത്തു വയ്ക്കണം. പക്ഷേ നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറേ മാറ്റങ്ങൾ വന്നു. എന്താണ് ആ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് അറിയോ? ഇവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്
കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, അവസാനത്തെ ആക്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ അവസാനമായിട്ട് ഇവിടെ കൊണ്ടുവന്ന ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരുന്നു. അതായത് നമുക്ക് സ്വാതന്ത്ര്യം തരാനുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് അവർ അവസാനമായിട്ട് കൊണ്ടുവന്നത്. 1947 നമ്മുടെ മൗണ്ട് ബാറ്റൻ ഇവിടുത്തെ വൈസ്രോയ് ആയിരിക്കുന്ന നേരത്ത് ഇവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കുറേ വ്യത്യാസങ്ങളുണ്ടായി. കാരണം എന്താ, നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഇന്ത്യ പാകിസ്ഥാനായിട്ട് വിഭജിക്കാൻ തീരുമാനിച്ചു. വളരെ വേദനാജനകമായിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു അത്. പക്ഷെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ജിന്ന, നമ്മുടെ മുസ്ലിം ലീഗ് കുറേ നാളായിട്ട് ഇതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1940 മുതൽ. അപ്പോൾ അങ്ങനെ ജിന്ന വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. ഇത്രയും നാൾ അവർ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വിട്ടു നിൽക്കുകയായിരുന്നു. കാരണം വിഭജനത്തിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല, എവിടെ പോകണം എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ പ്രോപ്പറായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, രാജഭരണ പ്രദേശങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കണം, പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം, അവരുടെ ഇഷ്ടം. അല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ മതിയോ, ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം. നമ്മുടെ ഈ തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളില്ലേ, ഒരു സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നവരാണ്. കാരണം ഇവിടെ യുറേനിയം ഡെപ്പോസിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, തോറിയമാണോ യുറേനിയമാണെന്ന് ഉറപ്പില്ല, ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഡെപ്പോസിറ്റൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂറുള്ളവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോലെ, ഞങ്ങൾക്ക് ഈ യുറേനിയം ഒക്കെ വിറ്റ് നല്ല കാശുണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ അത്യാവശ്യം നല്ലപോലെ നെഗോഷിയേഷൻസ് ഒക്കെ നടത്തി നമ്മുടെ രാജഭരണ പ്രദേശങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു തീരുമാനമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗ്, നമ്മുടെ പാകിസ്ഥാനിലോട്ട് പോകാനുള്ള ടീമുകൾ, പാകിസ്ഥാൻ ആ ഒരു പ്രദേശത്ത് വരുന്ന മുസ്ലിം ലീഗ് മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അവരങ്ങോട്ടേക്ക് പോയി. പിന്നെ നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നില്ല, അവർ പതിയെ ജോയിൻ ചെയ്തു. ഏപ്രിൽ 28, 1947 കുറച്ച് പേര് 6 സ്റ്റേറ്റ്സിൽ നിന്നുള്ളവർ ജോയിൻ ചെയ്തു. പിന്നെ മൗണ്ട് ബാറ്റൻ പ്ലാനിലാണ് പ്രോപ്പറായിട്ട് വിഭജനത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അത് ജൂൺ 3, 1947 ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ളവരും അത്യാവശ്യം ഇങ്ങോട്ടേക്ക് കയറി തുടങ്ങി. ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള കൂടുതൽ പേരും ഇങ്ങോട്ടേക്ക് തന്നെ ചേർന്നിരുന്നു. നമ്മുടെ ഹൈദരാബാദ്, ജുനാഗഡ്, ജമ്മു കാശ്മീർ പോലെ പ്രദേശങ്ങളിൽ മാത്രമാണ് കുറച്ച് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ ഇവിടെ ജോയിൻ ചെയ്ത് അങ്ങനെ അവരൊക്കെ വന്ന് ചേർന്നു. അപ്പോൾ 389 ഉണ്ടായിരുന്നതിൽ പാകിസ്ഥാൻ ആ പ്രദേശത്തേക്ക് പോകുന്നവർ പോയി. പക്ഷെ ഇപ്പോൾ 93 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് മാറി നിന്നിരുന്നവരിൽ ഇന്ത്യൻ ഭാഗത്തോട്ട് ചേർന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ളവരൊക്കെ വന്നു. അങ്ങനെ അത്യാവശ്യം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫില്ലായി. ഇവിടെ ഇന്ത്യൻ പ്രദേശം, ഇന്ത്യൻ ജോഗ്രഫിക്കൽ റീജിയനിലുള്ള എല്ലാവരും വന്നു. നമ്മുടെ ഇന്ത്യൻ ഡൊമിനിയനിലുള്ള നമ്മുടെ മുസ്ലിം ലീഗ് മെമ്പേഴ്സും എല്ലാവരും ഇവിടെ വന്ന് ചേർന്നു. അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷം അത്തരമൊരു മാറ്റമാണ് ഉണ്ടായത്. ഇതുവരെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നില്ല, മുസ്ലിം ലീഗിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ ഡൊമിനിയനിലുള്ളവരും അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഏരിയയിൽപ്പെട്ട രാജഭരണ പ്രദേശങ്ങളിലെ നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സും ഇവിടെ വന്ന് ചേർന്നു. ഇനി നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. 3 വ്യത്യാസങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടായത്. എത്ര വ്യത്യാസങ്ങളാണ്? 3 വ്യത്യാസങ്ങളാണ് ഉണ്ടായത്. ആദ്യത്തെ വ്യത്യാസം എന്തായിരുന്നു? ദ അസംബ്ലി വാസ് മെയ്ഡ് എ ഫുള്ളി സോവറൈൻ ബോഡി. ഇത്രയും നാൾ നമ്മുടെ ബ്രിട്ടീഷുകാർ ക്യാബിനറ്റ് മിഷൻ കൊണ്ടുവന്ന് ഓൾമോസ്റ്റ് ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു പവർ അവിടെ നിലനിൽക്കുന്നില്ലേ, ആ ഒരു പവർ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടോട് കൂടി പറഞ്ഞു, ഇനി പവറൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഇതൊരു ഫുള്ളി സോവറൈൻ ബോഡിയാണ്, സർവാധികാരമുള്ള ബോഡിയാണ്. ഒരു സർവാധികാരവും ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരു സർവാധികാരമുള്ള ഒരു രാജ്യത്തെ പ്രഖ്യാപിക്കാൻ പറ്റുക, അല്ലേ? അപ്പോൾ ഒരു സർവാധികാരമുള്ള ഒരു ബോഡിയാണ് ഇതെന്ന് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പറഞ്ഞു. വിച്ച് കുഡ് ഫ്രെയിം എനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് പ്ലീസ്ഡ്. എങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ഇന്ത്യക്കാർക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഒരു ഭരണഘടന നിർമ്മിക്കാൻ പറ്റും. പിന്നെ ദ ആക്ട് എംപവേർഡ് അസംബ്ലി ടു അബ്രഗേറ്റ് ഓർ ആൾട്ടർ എനി ലോ മെയ്ഡ് ബൈ ദി ബ്രിട്ടീഷ് പാർലമെന്റ് ഇൻ റിലേഷൻ ടു ഇന്ത്യ. അപ്പോൾ ഇതിനു മുന്നേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല
എന്താ പറയുക, പല നിയമങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിയമത്തിനെയും വേണ്ടെന്ന് വെക്കാനുള്ള അധികാരവും നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് നമ്മളുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴി നൽകി. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, നിങ്ങൾക്ക് എല്ലാ സർവാധികാരവും ഉണ്ട്, ഞങ്ങളുടെ ഒരു വിധത്തിലുള്ള ഇൻ്റർഫറൻസും നിങ്ങളുടെ മേലുണ്ടാവില്ല. അപ്പോൾ ആദ്യത്തേൽ എന്തുണ്ടായിരുന്ന, ആദ്യത്തേൽ സോവറൈൻ ആക്കി മാറ്റി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ എന്ത് തീരുമാനവും എടുക്കാനുള്ള ഒരു സർവാധികാരം നൽകി. ഇവിടെ നിലവിലുള്ള ഏത് ലോയും വേണ്ടെന്ന് വെക്കാനോ സസ്പെൻഡ് ചെയ്യാനോ അത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള അധികാരം നൽകുന്നതായിരുന്നു ആദ്യത്തെ ആ ഒരു ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് എന്താണെന്ന്, ദ അസംബ്ലി ഓൾസോ ബിക്കേം എ ലെജിസ്ലേറ്റീവ് ബോഡി. നമ്മുടെ അസംബ്ലി ലെജിസ്ലേറ്റീവ് ബോഡി കൂടിയായി. ലെജിസ്ലേറ്റീവ് ബോഡി എന്ന് പറയുമ്പോൾ എന്താ, നിയമനിർമ്മാണ സഭ, നിയമങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൾറെഡി നിയമങ്ങൾ സസ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റദ്ദാക്കാനും ഒക്കെ ഉള്ള എല്ലാ വിധത്തിലുള്ള അധികാരം നൽകിയിട്ടുണ്ടല്ലോ. പിന്നെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും വേണമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് പാർലമെന്റ് ഇലക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ലെജിസ്ലേറ്റീവ് ബോഡി വേറെ ഇല്ല. അപ്പോൾ ലെജിസ്ലേറ്റീവ് ബോഡി വേറെ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സമയത്തേക്ക് നിങ്ങൾ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്ന് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തേൽ എന്തുണ്ടായിരുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ ലെജിസ്ലേറ്റീവ് ബോഡി കൂടി ആക്കി മാറ്റി. അപ്പോൾ ഇനി നിയമങ്ങളും ആരുണ്ടാക്കും, നമ്മുടെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കും. എന്ന് വരെ പാർലമെന്റ് ഫോം ചെയ്യുന്നവരെ, ഇലക്ഷൻ നടത്തി പാർലമെന്റ് ഉണ്ടാക്കുന്നത് വരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നിയമങ്ങളൊക്കെ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1950 വരെ ഇലക്ഷൻ നടക്കുന്നവരെ, നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് ഇലക്ഷൻ നടക്കുന്നത് വരെ നമ്മുടെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെയാണ് ഇവിടുത്തെ എല്ലാ വിധത്തിലുള്ള നിയമങ്ങളും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മന്ത്രിമാരും എല്ലാവരും ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്നാണ് വന്നത്. ഈ ഒരു അധികാരത്തിലോട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം ലീഗ് മുന്നേ ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, അവർ ക്യാബിനറ്റ് മിഷൻ സമ്മതിച്ചു എന്ന്, ഈ ഒരു അധികാരത്തിലോട്ടുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ സമ്മതിച്ചത്. പാകിസ്ഥാൻ എന്നുള്ള കാര്യം അനുവദിക്കാതിരുന്നിട്ട് കൂടി ഇപ്പം അനുവദിച്ചു കേട്ടോ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടോട് കൂടി അനുവദിച്ചു, മൗണ്ട് ബാറ്റൺ പ്ലാൻ വന്നു, അങ്ങനെ പാകിസ്ഥാൻ എന്നുള്ള കാര്യമൊക്കെ അനുവദിച്ചു. In other words, two separate functions were assigned to the assembly, that is making of the constitution for free India. അതായത് നമ്മുടെ സ്വതന്ത്രമായ രാജ്യത്തിന് വേണ്ടി ഭരണഘടന നിർമ്മിക്കുന്നതും ഈ ഒരു സമിതിയാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ നിർമ്മിക്കുന്നതും ഈ ഒരു സമിതിയാണ്. അപ്പോൾ ഡ്യുവൽ ഫങ്ഷൻസ്, രണ്ട് ഫങ്ഷൻ, ഭരണഘടനയെ നിർമ്മിക്കണം അതുപോലെ തന്നെ നിയമങ്ങൾ നിർമ്മിക്കണം. അപ്പോൾ രണ്ട് സമയത്തായിട്ടാണ് ഇവർ കൂടുക. ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് കൂടും നിയമം നിർമ്മിക്കാനായിട്ട്, ഭരണഘടന നിർമ്മിക്കാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ടും കൂടും. ദീസ് ടു ടാസ്ക് were to be performed on separate days. വ്യത്യസ്ത ദിനങ്ങളിലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. thus the assembly became the first parliament of free India. ഇവിടെ നമ്മുടെ പാർലമെന്റ് എലക്ഷൻ വഴി നിലവിൽ വരുന്നത് വരെ ഇവിടുത്തെ പാർലമെന്റായിട്ട്, നിയമനിർമ്മാണ സഭയായിട്ട് നിലനിന്നിരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിരുന്നു. വെന്നെവർ ദ അസംബ്ലി മെറ്റ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ബോഡി ഇറ്റ് വാസ് സ്റ്റേഡ് ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ December 9 നമ്മൾ ആദ്യം സച്ചിദാനന്ദ സിൻഹനെ ഫ്രഞ്ച് പ്രാക്ടീസ് വഴി തിരഞ്ഞെടുത്തെങ്കിലും പിന്നീട് എലക്ഷൻ വഴി നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പ്രസിഡന്റായിട്ട് നിലനിന്നിരുന്നത്. അതിനുശേഷം ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ട്, നിയമനിർമ്മാണ സമിതിയായിട്ട് നമ്മുടെ ഈ ഒരു സമിതി മീറ്റിംഗ് കൂടുമ്പോഴോ അവിടെ GV മവ്ലാങ്കർ. അപ്പം നമ്മുടെ ലെജിസ്ലേറ്റീവ് ബോഡിയുടെ പ്രസിഡന്റായിട്ട് നിന്നിരുന്ന ആരായിരുന്നു, ചെയർ ചെയ്തത് ആരായിരുന്നു, GV മവ്ലാങ്കർ ആയിരുന്നു. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് മുന്നിൽ ഇവിടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റായിട്ട് നിൽക്കും. ആരാണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് ബോഡിയുടെ ഹെഡായിട്ട് നിൽക്കുക, GV മവ്ലാങ്കർ. അപ്പോൾ GV മവ്ലാങ്കർ നമ്മളുടെ ലെജിസ്ലേറ്റീവ് ബോഡിയുടെ ഹെഡായിട്ടാണ് നിന്നിരുന്നത്. These two functions were continued till November 26, 1949 എന്ന് വരെ, November 26, 1949 വരെ. ഇതിനെന്താ പ്രത്യേകത, നിങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നേരത്തെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം. നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് November 26, 1949 കമൻസ്മെന്റ് ആയിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ഡേ. January 26, 1950 നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കും. അപ്പോൾ November 26, 1949 നമ്മളുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നത് വരെ രണ്ട് ഫംഗ്ഷൻസും കൊണ്ടുപോയി. പിന്നെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഫംഗ്ഷൻസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഭരണഘടന ഓൾറെഡി ആയി, പിന്നെ നിയമം മാത്രം നിർമ്മിച്ചാൽ മതി. അപ്പോൾ നിയമ നിർമ്മാണം അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണം November 26, 1949 വരെ ഒരേപോലെ കൊണ്ടുപോയി. വ്യത്യസ്ത ദിനങ്ങളിൽ അവർ മീറ്റിംഗ് കൂടി അവരത് ചെയ്തുകൊണ്ടിരുന്നു. ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്തുണ്ടായേ, ദ മുസ്ലിം മെമ്പേഴ്സ്
ഹെയിലിംഗ് ഫ്രം ദ ഏരിയാസ് ഇൻക്ലൂഡഡ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള മുസ്ലിം ലീഗ് മെമ്പേഴ്സ് അവർ പോയി വിഡ്രൂ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോർ ഇന്ത്യ. Consequently, the total strength of the assembly came down to 299 as against 389. നമ്മൾ പറഞ്ഞല്ലോ 389 ആദ്യം ഉണ്ടായിരുന്ന, ഒറിജിനലി ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് 389 ഉണ്ടായിരുന്നത്. അതിപ്പോൾ 299 കുറഞ്ഞു. നമ്മൾ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വഴിയാണ് നമ്മളുടെ ഈ ഒരു സിസ്റ്റം വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 299 കുറഞ്ഞു. ദ സ്ട്രെങ്ത് ഓഫ് ദ ഇന്ത്യൻ പ്രൊവിൻസസ് വാസ് റെഡ്യൂസ് ഫ്രം 296 to 229 and those of the princely states from 93 to 70. അപ്പോൾ 296 മൊത്തത്തിലായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസസിന്. അത് 229 കുറഞ്ഞു. നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നാണെങ്കിൽ 93 ഉണ്ടായിരുന്നിടത്തുനിന്ന് 70. കാരണം പാകിസ്ഥാൻ പോയല്ലോ. പാകിസ്ഥാൻ നമ്മുടെ വെസ്റ്റ് പാകിസ്ഥാനും അതുപോലെ തന്നെ ഈസ്റ്റ് പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ നിലനിൽക്കുന്ന പാകിസ്ഥാനും നമ്മുടെ അവിടെ നിന്ന് പോയി. അപ്പോൾ അവിടുത്തെ മെമ്പേഴ്സൊക്കെ നമ്മളിൽ നിന്ന് ഔട്ടായി പോയി. ദ സ്റ്റേറ്റ് വൈസ് മെമ്പർഷിപ്പ് ഓഫ് ദ അസംബ്ലി അത് നമ്മുടെ ഇവിടെ ഒരു ടേബിളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നതോടുകൂടിയാണ് മുസ്ലിം ലീഗ് മെമ്പേഴ്സ് പാകിസ്ഥാനത്തെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ മെമ്പേഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്നതും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ചേരുന്നതും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് 2 ഫങ്ഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ള ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ മൂന്നാമത്തേൽ എന്താ പറയുന്നത്? മൂന്നാമത്തേൽ ആ പാകിസ്ഥാന്റെ ഡിവിഷൻ വഴി വന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ മെമ്പേഴ്സിന്റെ എണ്ണത്തിലൊക്കെ വന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഈ ഒരു 2 ഫംഗ്ഷൻ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ മാത്രമാണ് തന്നതെങ്കിലും വേറെ കുറച്ച് ഫംഗ്ഷൻസും കൂടെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ പറഞ്ഞത് മറ്റൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി കൊണ്ടുപോയ വേറെ കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് റാറ്റിഫൈഡ് ദ ഇന്ത്യാസ് മെമ്പർഷിപ്പ് ഓഫ് ദ കോമൺവെൽത്ത് ഇൻ മെയ് 1949. അപ്പോൾ മെയ് 1949 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ നമുക്ക് കോമൺവെൽത്തിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിനൊക്കെ പോകാറുണ്ട്, നമ്മൾ കാണാറില്ലേ ടി വിയിലൊക്കെ. അപ്പോൾ കോമൺവെൽത്തിൽ നമുക്കൊരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കോമൺവെൽത്തിലത്തെ മെമ്പർഷിപ്പിനെ റാറ്റിഫൈ ചെയ്തത് ആരാ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. അപ്പോൾ റാറ്റിഫൈഡ് കോമൺവെൽത്ത് CW എന്ന് പറയാം, കോമൺവെൽത്ത് മെമ്പർഷിപ്പ്. ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പതാക തീരുമാനിച്ചതാരാ? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. വേറൊരു സമിതിയും ഇല്ലല്ലോ. നമുക്ക് പാർലമെന്റ് ഇല്ല, എലക്റ്റഡ് ആയിട്ടുള്ള പാർലമെന്റ് ഇല്ല. ഇത് 1950 മുൻപാണ്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ ഇലക്ഷൻ നടന്നത്. അപ്പോൾ 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുന്നേ ജൂലൈ 22, 1947 നമ്മുടെ പതാക നമ്മൾ തീരുമാനിക്കുന്നത്. ആരാ തീരുമാനിച്ചത്? ഭരണഘടനാ നിർമ്മാണ സമിതി. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരും, ഇതിൽ ഏതൊക്കെ ഫംഗ്ഷനാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആയിട്ടുള്ളത്? രാഷ്ട്രത്തിന്റെ പതാക തീരുമാനിച്ചവരാണ്. നമ്മൾ വിചാരിക്കും ഇവർ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല വന്നേ, ഇവരെന്താണ് രാഷ്ട്രത്തിന്റെ പതാകയൊക്കെ തീരുമാനിക്കണേ? അല്ല, ഇവർ തീരുമാനിച്ചു, ഇവർ തന്നെയാണ് തീരുമാനിച്ചത്. പിന്നെ വേറെ അടുത്തതായിട്ട് വരുന്നത് അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം ഓൺ January 24, 1940. നമ്മൾ വിചാരിക്കും സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നമ്മുടെ നാഷണൽ ആന്തം ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം പാടണ്ടേ, നമുക്ക് ജനഗണമന അതിനായക ജയ പാടണ്ടേ? ഇല്ല, അത് സ്വാതന്ത്ര്യത്തിന് മുന്നല്ല തീരുമാനിച്ച. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് തൊട്ട് മുൻപ് January 24, 1950 നമ്മുടെ നാഷണൽ ആന്തം നമ്മൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ നാഷണൽ സോങ്ങും. ഈ നാഷണൽ ആന്തത്തിനെ കുറിച്ചാണ് മൂന്നാമത്തെ ഫംഗ്ഷനായിട്ട് നമ്മൾ കാണണമെങ്കിൽ നാലാമത്തെ ഫംഗ്ഷനിൽ സോങ്ങും ഇതേ ദിവസം January 24, 1950 തീരുമാനിച്ചത്. ഇനി നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്? അല്ല, ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ അയച്ച പ്രതിനിധികളാണ് തിരഞ്ഞെടുക്കുന്നത്. ഈവൻ ഇപ്പോൾ വരെ ലോകസഭ, രാജ്യസഭ, അതുപോലെ തന്നെ നമ്മളുടെ MLA-മാരൊക്കെ ചേർന്നിട്ടാണ് നമ്മളെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിട്ട് പോയി വോട്ടിംഗ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പും കൂടെ, ആ ഒരു പ്രസിഡന്റിനെയും കൂടെ തിരഞ്ഞെടുത്തത് ആരാ? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അപ്പോൾ കുറേ അധികം ഫങ്ഷൻസ് ഇവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഭരണഘടനയെ നിർമ്മിച്ചു എന്ന് പറയാം. അപ്പോൾ ഇതും January 24, 1950 ആരെയാ തിരഞ്ഞെടുത്തത് നമ്മുടെ പ്രസിഡന്റായിട്ട്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇൻ ഓൾ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാഡ് 11 സെഷൻസ്, 11 സെഷൻസ് കൂടി. ഓവർ 2 years, 11 months and 18 days. 2 വർഷം 11 മാസം 18 ദിവസം.
ആലോചിച്ചാൽ മതിയല്ലോ. ഡിസംബർ 9 അവർ ആദ്യമായിട്ട് കൂടിയത്. നവംബർ 1949, ഡിസംബർ 9 1946 മുതൽ 49 നവംബർ 26 വരെ. അപ്പോൾ ഓൾമോസ്റ്റ് 11 മാസം എന്നുള്ള ആ ഒരു സ്പാൻ വന്നല്ലോ. അപ്പോൾ 2 വർഷം 11 മാസം 18 ദിവസം, ഓൾമോസ്റ്റ് 3 വർഷം എടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന നമ്മൾ ഫോം ചെയ്തത്. നമുക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഭരണഘടനയാണ് അല്ലേ. അപ്പോൾ നമ്മൾ 11 സെഷൻസ് ഇതിനു വേണ്ടി കൂടി. അപ്പോൾ എത്ര നാളാ? 11 സെഷൻസ്. സമയം എത്രയാ? 2 വർഷം 11 മാസം എത്ര ദിവസം? 18 ദിവസം. ഇതത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഓൾമോസ്റ്റ് 3 വർഷം എടുത്തു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഹാഡ് ഗോൺ ത്രൂ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അബൌട്ട് 60 കൺട്രീസ്. 60 രാജ്യങ്ങളുടെ ഭരണഘടന പഠിച്ചിട്ടാണ് അവർ മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് നമുക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ എത്ര രാജ്യങ്ങൾ? 60 രാജ്യങ്ങൾ. 60 രാജ്യങ്ങളുടെ ഭരണഘടന പഠിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഭരണഘടന ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും മഹത്വമുള്ളൊരു ഭരണഘടനയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അല്ലേ. അപ്പോൾ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തെന്നറിയോ? 114 ദിവസം. അപ്പോൾ ഇതിൻ്റെ 11 സെഷനായിട്ട് നമുക്ക് 3 വർഷത്തോളം ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെക്കുമല്ലോ. ആ ഡ്രാഫ്റ്റ് ഇപ്പോൾ വീടിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചു തന്നെ വിചാരിക്കും. വീടിൻ്റെ ഫൈനലാക്കാൻ പോകുന്ന പ്ലാനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ 114 ദിവസമായിരുന്നു. ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ incurred on making the constitution amount to 64 lakhs. പിന്നെ അന്നത്തെ 64 lakh ആണ് കേട്ടോ, ഇന്നത്തെ 64 lakh അല്ല, അന്നത്തെ 64 lakh. അത്രയും രൂപ മുടക്കി 3 വർഷത്തോളം എടുത്ത് 11 സെഷനോളം കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഭരണഘടന നിർമ്മിക്കുന്നത്. ഓൺ January 24, 1950 ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹെൽഡ് ഇറ്റ്സ് ഫൈനൽ സെഷൻ. അപ്പോൾ January 24, 1950 നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാനത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. അന്നാണല്ലോ നമ്മുടെ പ്രസിഡന്റിനൊക്കെ തിരഞ്ഞെടുത്തത്. ഇറ്റ് ഹവർ ഡിഡ് നോട്ട് എൻഡ് ആൻഡ് കണ്ടിന്യൂഡ് ആസ് ദി പ്രൊവിൻഷ്യൽ പാർലമെന്റ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി അവസാനം വന്നതാ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി അവസാനം അഡോപ്ഷൻ നടന്നത് November 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മറ്റ് ചില എക്സ്ട്രാ ഫങ്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നു. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം, നാഷണൽ ആന്തം, പിന്നെ ഏതാ നാഷണൽ സോങ്, ഇതിനൊക്കെ വേണ്ടി January 24 കൂടെ അവർ കൂടി. അതിനുശേഷം നമ്മുടെ പാർലമെന്റ് വരുന്നത് വരെ നിയമനിർമ്മാണത്തിനായിട്ടും അവർ കൂടി. ടിൽ ദ ഫോർമേഷൻ ഓഫ് ന്യൂ പാർലമെന്റ് ആഫ്റ്റർ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻസ് ഇൻ 1951-52. അപ്പോൾ ഇത്രയായിരുന്നു നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ വർക്കിംഗ്. എത്ര നാളെടുത്തു? 3 വർഷത്തോളം എടുത്തു. 11 സെഷൻ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഭരണഘടന നമ്മൾ ഫോം ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുക, റിവൈസ് ചെയ്യുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്യുന്നു, പിന്നെ അത് പാസ്സാക്കുന്നു, പിന്നെ അതിനുശേഷം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഒരേ സമയം ലെജിസ്ലേറ്റീവ് ബോഡിയായിരുന്നു, അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയായിരുന്നു. പിന്നെ അതിന് വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. കോമൺവെൽത്തിൻ്റെ മെമ്പർഷിപ്പ്, നാഷണൽ ആന്തം നമ്മൾ എന്ന് തിരഞ്ഞെടുത്തു, അതുപോലെ തന്നെ നാഷണൽ സോങ് എന്ന് തിരഞ്ഞെടുത്തു, നമ്മളുടെ നാഷണൽ ഫ്ലാഗ് എന്ന് തിരഞ്ഞെടുത്തു, നമ്മളുടെ പ്രസിഡന്റിനെ ആരാണ് തിരഞ്ഞെടുത്തത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണുന്നവരെ ബൈ.